Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Pioneer, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. Lazaro Academy, Aviation, Logistics and Paramedical, Payyannur, Mattanur. Glass Palace, MM Road, Pilatara, Kannur. നമസ്കാരം, നെറ്റ്വർക്ക് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. പുതിയങ്ങാടി ചൂട്ടാട്ട് അഴിമുഖത്ത് ഫൈബർ വള്ളം അപകടത്തിൽപ്പെട്ട് മത്സ്യത്തൊഴിലാളിക്ക് ദാരുണാന്ത്യം. അസം സ്വദേശി അലിയാണ് മരണപ്പെട്ടത്. മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും പുതിയങ്ങാടി ഫിഷറീസ് ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. പയ്യന്നൂർ തായ്നേരിയിലെ തമിഴ്നാട് സ്വദേശികളായ എസ് ജ്യോതിയും പേരക്കുട്ടികളും നയിക്കുന്നത് ആരുടെയും കണ്ണു നനയിക്കുന്ന ദുരിത ജീവിതം. ആക്രി പെറുക്കി ജീവിക്കുന്ന ഈ കുടുംബം താമസിക്കുന്ന ഒറ്റമുറി വാടക വീടിന്റെ മേൽക്കൂര ശക്തമായ കാറ്റിലും മഴയിലും പറന്നുപോയതോടെ 4 പേരമക്കളെയും കൊണ്ട് പോകാനിടമില്ലാതെ അടച്ചുറപ്പുള്ള വീടിനായി സുമനസുകളുടെ കരുണ തേടുകയാണ് കുടുംബം. തൃക്കരിപ്പൂർ നടക്കാവ് മൈത്താണിയിൽ ഉപയോഗശൂന്യമായ സെപ്റ്റിക് ടാങ്കിൽ ഗർഭിണിയായ പശു കാൽ തെറ്റി വീണു. തൃക്കരിപ്പൂർ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് 2.5 മണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ പശുവിനെ പുറത്തെത്തിച്ചു. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനെ തകർക്കാൻ വ്യാജ പ്രചരണവുമായി ലോബികൾ രംഗത്ത്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയെക്കുറിച്ചുള്ള അടിസ്ഥാനരഹിത വാർത്തകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ്. കേരള തീരത്തെ മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ഇന്ന് രാത്രി അവസാനിക്കും. മത്സ്യത്തൊഴിലാളികൾ ബോട്ടുകളും വലകളുമായി പ്രതീക്ഷയോടെ വീണ്ടും കടലിലേക്ക്. വിശദമായ വാർത്തകളിലേക്ക്. പുതിയങ്ങാടി ചൂട്ടാട്ട് അഴിമുഖത്ത് ഫൈബർ വള്ളം അപകടത്തിൽപ്പെട്ട് മത്സ്യത്തൊഴിലാളിക്ക് ദാരുണാന്ത്യം. അസം സ്വദേശി അലിയാണ് മരണപ്പെട്ടത്. ഫൈബർ വള്ളം മണൽത്തിട്ടയിൽ ഇടിച്ചായിരുന്നു അപകടം നടന്നത്. വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. പുതിയങ്ങാടി ചൂട്ടാട് അഴിമുഖത്ത് നിന്ന് മത്സ്യബന്ധനത്തിനു പോയി തിരിച്ചുവരികയായിരുന്ന ഫൈബർ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. മണൽത്തിട്ടയിൽ ഇടിച്ചപ്പോൾ മത്സ്യത്തൊഴിലാളി കടലിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. വള്ളത്തിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. മത്സ്യത്തൊഴിലാളികൾ നടത്തിയ തിരച്ചിലിൽ കടലിൽ നീരൊഴുക്കും ഭാഗത്ത് മൃതദേഹം കണ്ടെടുക്കുകയായിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പുതിയങ്ങാടി ചൂട്ടാട് അഴിമുഖത്ത് മണൽത്തിട്ടയിൽ ഇടിച്ചുണ്ടായ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. ഇക്കഴിഞ്ഞ ജൂലൈ 26-ന് മണൽത്തിട്ടയിൽ ഇടിച്ച് വള്ളം മറിഞ്ഞ് ഒരു മത്സ്യത്തൊഴിലാളി മരിച്ചിരുന്നു. കന്യാകുമാരി സ്വദേശി സലമാൻ ലോപ്പസാണ് അന്ന് മരിച്ചത്. അഴിമുഖത്ത് നിന്ന് മണൽ നീക്കം ചെയ്യാത്തതാണ് അപകട കാരണം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പുതിയങ്ങാടിയിൽ മത്സ്യത്തൊഴിലാളി മരണപ്പെട്ട സംഭവം മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും പുതിയങ്ങാടി ഫിഷറീസ് ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. പുതിയങ്ങാടി ചൂട്ടാട്ട് മേഖലയിൽ മണൽത്തിട്ടയിൽ ഇടിച്ച് വള്ളങ്ങൾ മറിയുന്നത് പതിവാണ്. ഇതിനകം നിരവധി ജീവനുകളാണ് ഇവിടെ പൊലിഞ്ഞത്. ഒരാഴ്ചക്കിടെ 3 മരണങ്ങൾ സംഭവിച്ചു. പുതിയങ്ങാടി ചൂട്ടാട്ട് അഴിമുഖത്തെ മണൽത്തിട്ട നീക്കം ചെയ്യാത്തതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഫിഷറീസ് ഓഫീസ് ഉപരോധിച്ചതിനെ തുടർന്ന് തഹസിൽദാർ, RDO, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ എന്നിവർ സ്ഥലത്തെത്തി മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച നടത്തി. 10/7/2025 ബഹുമാനപ്പെട്ട RDOയും മേജർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനും അതേപോലെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിനും DDക്കും ഹാർബർ ഡിപ്പാർട്ട്മെന്റിനും പരാതി കൊടുത്തതിന്റെ കോപ്പിയാണ്. അതായത് ഇത് കൊടുത്തത് 10/7/2025.
ആ 10/7/2025 കൊടുത്തതിന് ശേഷം ഇതിന്റെ മേലെ കൃത്യമായിട്ട്, അതായത് ബന്ധപ്പെട്ട അധികാരികൾ ഇതിന്റെ മേലെ നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരാഴ്ച കൊണ്ടുണ്ടായി 3 മരണം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ കഴിയുന്നതാണ്. അത് നിങ്ങളെ അനാസ്ഥ കൊണ്ട് മാത്രം ഇപ്പം വന്നിട്ടില്ല. വീണ്ടും നിങ്ങൾ പ്രോട്ടോകോൾ പറഞ്ഞിട്ട് ഇന്ന് തിരിച്ചു പോകാനാണ് നിങ്ങളെ പദ്ധതിയെങ്കിൽ ഒരു കാരണവശാലും ഈ മത്സ്യത്തൊഴിലാളികൾ അതിന് അനുവദിക്കില്ല. ഞങ്ങൾക്ക് കൃത്യമായിട്ട് നീതി കിട്ടാതെ ഒരു കാരണവശാലും നിങ്ങൾ എടുത്ത് പിരിഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് പ്രോട്ടോകോൾ പറഞ്ഞിട്ട് സമയം കളയണ്ട. മത്സ്യത്തൊഴിലാളി ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത് ഈ മരണപ്പെട്ട ആൾക്കാർ ബന്ധുക്കളാണ്. അവരെ വികാരം നിങ്ങൾ മനസ്സിലാക്കാം. എന്നാൽ ചർച്ച പൂർണ്ണ പരാജയമായിരുന്നു. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ തായ്നേരിയിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശികളായ എസ് ജ്യോതിയും പേരക്കുട്ടികളും നയിക്കുന്നത് ആരുടെയും കണ്ണ് നനയിക്കുന്ന ദുരിത ജീവിതം. ആക്രിപ്പെറുക്കി ജീവിക്കുന്ന ഈ കുടുംബം താമസിക്കുന്ന ഒറ്റമുറി വാടക വീടിന്റെ മേൽക്കൂര ശക്തമായ കാറ്റിലും മഴയിലും പറന്നുപോയതോടെ 4 പേരമക്കളെയും കൊണ്ട് പോകാനിടമില്ലാതെ അടച്ചുറപ്പുള്ള വീടിനായി സുമനസുകളുടെ കരുണ തേടുകയാണ് ഈ കുടുംബം. പയ്യന്നൂർ തായ്നേരിയിലെ എസ് ജ്യോതിയും പേരക്കുട്ടികളും നയിക്കുന്നത് ആരുടെയും കണ്ണു നനയിക്കുന്ന ദുരിത ജീവിതമാണ്. വെള്ളിയാഴ്ച രാത്രി 12 മണിയോടെയാണ് ശക്തമായ കാറ്റിലും മഴയിലും കെട്ടിടത്തിന്റെ മേൽക്കൂരയായിരുന്ന ആസ്പെറ്റോ ഷീറ്റ് പൂർണ്ണമായും പറന്നുപോയത്. ഷീറ്റ് വീണ് കുട്ടികൾക്ക് അപകടമൊന്നും പറ്റിയില്ലല്ലോ എന്ന ആശ്വാസമുണ്ടെങ്കിലും അവരുടെ പുസ്തകങ്ങളും വീട്ടുസാധനങ്ങളുമെല്ലാം മഴയിൽ കുതിർന്ന് നശിച്ചു പോയിട്ടുണ്ട്. കെട്ടിട ഉടമ മറ്റൊരു കെട്ടിടത്തിൽ ഒറ്റമുറി നൽകിയിട്ടുണ്ടെങ്കിലും സുരക്ഷയെക്കുറിച്ച് ആശങ്കയുള്ളതിനാൽ അവിടേക്ക് ഈ പെൺകുഞ്ഞുങ്ങളെയും കൊണ്ടുപോകാൻ മുത്തശ്ശിക്ക് ഭയമാണ്. സർക്കാർ സഹായം ലഭ്യമാക്കുന്നതിന് വില്ലേജ് ഓഫീസർ എം പ്രദീപൻ ജ്യോതിയുടെ വീട്ടിലെത്തി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഞാൻ ചെറുതുണ്ട് 3ാം ക്ലാസ് പഠിക്കുന്ന കുഞ്ഞിന്. നമ്മൾ രണ്ടാളും കുറച്ച് നേരത്തെ ഉറങ്ങിപ്പോയി. അപ്പോൾ നമ്മളെ അവരാണ് നമ്മൾ വിളിച്ചത്. അമ്മ കാറ്റടിക്കുന്നു, മഴ പെയ്യുന്നുണ്ടായാന്ന് വിചാരിച്ചിട്ട് വേഗം നമ്മൾ വിളിച്ചു. അപ്പോൾ ഉണ്ട് നോക്കുമ്പോൾ ഉണ്ട് ഷീറ്റ് അങ്ങനെ തന്നെ മേലെ ഭൂപകം വരണ പോലെ വന്നിട്ട് അങ്ങനെ തന്നെ മേലോട്ട് പോയി. പേടിച്ചിട്ട് പിള്ളേരെയും കൂട്ടിയിട്ട് ഏത് വഴിക്ക് പോകുന്ന അറിയില്ല. അപ്പോൾ മേലെ ഉള്ള താമസിക്കുന്ന 2 ഫാമിലി പിള്ളേരെയും കൂട്ടിയിട്ട് അവർ മക്കളെയും കൂട്ടിയിട്ടാണ് നമ്മളെല്ലാവരും കൂട്ടിക്കൊടുത്ത് പോയി. അപ്പോൾ ഉണ്ട് ഷീറ്റ് ബാക്കോട്ട് പോയ ഷീറ്റ് നേരെ ഉള്ളിൽ തന്നെ വന്ന് കുത്തിയിട്ട് ആരും ബാക്കി ഉണ്ടാവില്ല, ഒരു ജീവൻ ബാക്കി ഉണ്ടാവില്ല. 5 ആളും പോയിട്ടുണ്ടാവും. ഒരു വീട് വേണം, എന്തായാലും എനിക്ക് വീട് വേണം. എനിക്ക് സ്വന്തമായിട്ട് നിൽക്കാനുള്ള വീട് വേണം. എന്നെക്കൊണ്ട് വാടക കൊടുത്ത് അവർ വാടക വാങ്ങുന്നവരും വാങ്ങുന്നുണ്ട്. വാടക വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മൾ ഒഴിവാക്കണം നമ്മൾ ശല്യാക്കുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒഴിവാക്കിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലെ ഉള്ളവർക്ക് വീട് കിട്ടൂലല്ലേ. അത് വിചാരിച്ചാൽ ഞാൻ അവർ പറയുമ്പോൾ അവർ വാക്കിന് വില കൊടുത്തിട്ടാണ് ഞാൻ ഒഴിവാക്കുന്നത്. 30 വർഷം മുൻപാണ് തമിഴ്നാട് കടലൂരിൽ നിന്ന് ജ്യോതി പയ്യന്നൂരിലെത്തിയത്. വാടക വീട്ടിൽ താമസിച്ച് ആക്രി പെറുക്കി ജീവിച്ചു വരികയായിരുന്നു. ഭർത്താവ് 8 വർഷം മുൻപ് മരിച്ചു. ഏകമകൾ ഭുവനേശ്വരിയുടെ 4 മക്കളാണ് ഇപ്പോൾ കൂടെയുള്ളത്. സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയെങ്കിലും വേണമെന്ന ആഗ്രഹത്താൽ ഭുവനേശ്വരി കുവൈത്തിലേക്ക് പോയെങ്കിലും ജോലി ലഭിച്ചില്ല. അവിടെ കുടുങ്ങിപ്പോവുകയും ചെയ്തു. മകളെ തിരിച്ച് നാട്ടിലെത്തിക്കാൻ ആരെങ്കിലും സഹായിക്കണേ എന്നും ഈ അമ്മ അപേക്ഷിക്കുന്നുണ്ട്. അവൾ അവിടെ പണിയില്ലാണ്ടാണ് നിൽക്കുന്നത്. വേറെ ഒരു പ്രശ്നമൊന്നുമില്ല. അവിടെ പണിയില്ലാത്തതുകൊണ്ട് ജോലി എടുക്കാനാണ് പോയി. നമ്മൾ മക്കൾക്ക് വേണം, വീട് വേണം, എന്താ എല്ലാവരും ആക്കി തരുമ്പോൾ നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ചെയ്ത് കൊടുത്തു. അത് ഇതുവരെ ഒരു വിവരം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവരെല്ലാം നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ എവിടെയെങ്കിലും പോയാൽ 10 രൂപ ഉണ്ടാക്കിയാൽ നമുക്ക് സ്വന്തമായിട്ട് സ്ഥലം എടുക്കാമെന്ന് വിചാരിച്ചാൽ എൻ്റെ മോള് വാശി പിടിച്ചിട്ട് പോയി. പക്ഷെ അവിടെ പോയ സ്ഥലത്തിന് അവൾക്ക് പണിയൊന്നും ശരിയായില്ല. ഇപ്പോൾ അവൾ അവിടെ അടപ്പെട്ട് കിടക്കും. ഭുവനേശ്വരിയുടെ രോഗിയായ ഭർത്താവ് തമിഴ്നാട്ടിലാണ്. MLTക്ക് പഠിക്കുന്ന മൂത്ത പേരക്കുട്ടിയും രോഗിയാണ്. രക്തം മാറ്റിക്കൊണ്ടിരിക്കണം. +2 കഴിഞ്ഞ 2ാമത്തെ മകൾ തുടർ പഠനത്തിന് വഴിയില്ലാതെ പ്രയാസത്തിലാണ്. അടച്ചുറപ്പുള്ള വീടുണ്ടെങ്കിൽ ആക്രി പെറുക്കിയെങ്കിലും ജീവിക്കാമെന്ന് ജ്യോതി പറയുന്നു. ഇനിയും വാടക നൽകി ജീവിക്കാൻ പ്രാപ്തിയില്ല. പയ്യന്നൂർ പോലെ ഒരിടത്താണ് ഇത്രയും പരിതാപകരമായ അവസ്ഥയിൽ ഈ കുടുംബം കഴിയുന്നത്. ഇത് ഏറെ വേദനിപ്പിക്കുന്നതാണ്. ഉള്ളതിൽ നിന്ന് ഒരു പങ്കു നൽകി ഇവരെയും ചേർത്തു പിടിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പയ്യന്നൂർ തായ്നേരിയിലാണ് ഇത്രയും വിഷമത്തിൽ ജ്യോതിജിയും കുട്ടികളും കഴിയുന്നത് എന്നത് നമുക്ക് ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മളിൽ ഒരാളാണ്. അപ്പോൾ നമുക്ക് ഇവരെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ. തൃക്കരിപ്പൂർ നടക്കാവ് മൈത്താണിയിൽ ഉപയോഗശൂന്യമായ സെപ്റ്റിക് ടാങ്കിൽ ഗർഭിണിയായ പശു കാൽതെറ്റി വീണു. തൃക്കരിപ്പൂർ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് 2.5 മണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് പശുവിനെ പുറത്തെത്തിച്ചത്.
വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:30 മണിയോടെയാണ് തൃക്കരിപ്പൂർ നടക്കാവ് മൈത്താണിയിൽ ഉപയോഗശൂന്യമായ സെപ്റ്റിക് ടാങ്കിൽ ഗർഭിണിയായ പശു കാൽതെറ്റി വീണത്. മൈത്താണിയിലെ മുതിർന്ന കർഷക കുതിരുമ്മൽ പത്മാവതിയുടെ പശുവാണ് പുല്ലുമേയ്ക്കാൻ കൊണ്ടുപോകുന്നതിനിടയിൽ സെപ്റ്റിക് ടാങ്കിലേക്ക് വീണത്. അഗ്നിരക്ഷാ സേന സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹകരണത്തോടെ പശുവിനെ രക്ഷിച്ചു. ബെൽറ്റിട്ട് പശുവിനെ കയറ്റാൻ നോക്കിയ ആദ്യ ശ്രമം പരാജയപ്പെട്ടതോടെ ചെത്തുകല്ലുകൾ ഓരോന്നായി ഇളക്കിയെടുത്ത് മണ്ണിട്ട് 2.5 മണിക്കൂർ നേരത്തെ പരിശ്രമത്തിലൂടെയാണ് പശുവിനെ പുറത്തെത്തിച്ചത്. തുടർന്ന് മൃഗസംരക്ഷണ വകുപ്പിലെ ഡോക്ടർ സ്മിതയുടെ നേതൃത്വത്തിൽ പശുവിന് പ്രാഥമിക ചികിത്സ നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. അന്തരിച്ച കോൺഗ്രസ് നേതാവും KPCC മെമ്പറുമായിരുന്ന M. നാരായണൻകുട്ടിയുടെ നിര്യാണത്തിൽ സർവകക്ഷി അനുശോചനം നടത്തി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാവും KPCC മെമ്പറുമായിരുന്ന M. നാരായണൻകുട്ടിയുടെ നിര്യാണത്തിൽ സർവകക്ഷി അനുശോചനം നടത്തി. മൂരിക്കോവിലിൽ നടന്ന അനുശോചന യോഗത്തിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു. മുൻ MLA C. കൃഷ്ണൻ, K. ജയരാജ്, KT സഹദുള്ള, PT മാത്യു, NP ഭാസ്കരൻ, പനക്കീൽ ബാലകൃഷ്ണൻ, B. സജിത് ലാൽ, KK ഹരികുമാർ, P. ജയൻ, VP സുഭാഷ്, A. രൂപേഷ്, പിലാക്കൽ അശോകൻ, KT ഹരീഷ്, പ്രശാന്ത് കോറോം എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വിവിധ ജയിലുകളിൽ നിന്ന് തടവുകാരെയും പോലീസ് സ്റ്റേഷനിൽ നിന്ന് പ്രതികളെയും വൈദ്യപരിശോധനയ്ക്കും കിടത്തി ചികിത്സയ്ക്കും എത്തിക്കുന്ന പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രിസണേഴ്സ് സെല്ലില്ല. ഇത് ആരോഗ്യപ്രവർത്തകരെയും പോലീസിനെയും ഒരുപോലെ ബുദ്ധിമുട്ടിക്കുകയാണ്. ആശുപത്രിയിലെത്തുന്ന ലഹരിമരുന്ന് കേസിലെ പ്രതികൾ പലപ്പോഴും അക്രമ സ്വഭാവം കാണിക്കാറുണ്ട്. കിടത്തി ചികിത്സ ആവശ്യമുള്ള പ്രതികളെ പാർപ്പിക്കാൻ പ്രത്യേക വാർഡ് ഇല്ലാത്തതിനാൽ ജനറൽ വാർഡിൽ കിടത്തേണ്ട സ്ഥിതിയാണ്. കൊടും കുറ്റവാളികൾ ഉൾപ്പെടെയുള്ളവരെ സാധാരണ വാർഡിൽ താമസിപ്പിക്കുന്നത് മറ്റു രോഗികൾക്ക് ഭീഷണിയാണ്. ആശുപത്രിയിൽ പ്രിസണേഴ്സ് സെല്ലിന്റെ അഭാവം പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി ഭാരം വർദ്ധിപ്പിക്കുകയാണ്. പഴുത് ലഭിച്ചാൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന പ്രതികളുമായാണ് പോലീസ് പലപ്പോഴും ആശുപത്രിയിൽ എത്തുന്നത്. പരിയാരത്തെ ജനറൽ വാർഡിൽ നിന്ന് പ്രതി പോലീസിനെ വെട്ടിച്ചു കടന്ന സംഭവങ്ങളും മുൻപുണ്ടായിട്ടുണ്ട്. ജയിൽ വകുപ്പ് അധികൃതർ കഴിഞ്ഞ വർഷം പരിയാരത്തെത്തി പ്രിസണേഴ്സ് വാർഡ് സ്ഥാപിക്കാൻ പരിശോധന നടത്തിയെങ്കിലും നടപടികളൊന്നും ഉണ്ടായില്ല. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനെ തകർക്കാൻ വ്യാജ പ്രചാരണവുമായി ലോബികൾ രംഗത്ത്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയെക്കുറിച്ചുള്ള അടിസ്ഥാനരഹിത വാർത്തകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ K. സുദീപ് അറിയിച്ചു. ഉത്തര മലബാറിലെ സാധാരണക്കാരായ രോഗികളുടെ ആശ്രയമായ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അനുദിനം രോഗികളുടെ തിരക്ക് കൂടിവരികയാണ്. സർക്കാർ ഏറ്റെടുക്കുന്നതിന് മുമ്പുള്ളതിനേക്കാൾ OP രോഗികളുടെ എണ്ണം 3-4 മടങ്ങായി വർദ്ധിച്ചിട്ടുണ്ട്. മെയിന്റനൻസ് ജോലികൾ പൂർത്തീകരിക്കുന്നതോടുകൂടി കിടക്കകളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നതാണ്. മെഡിക്കൽ കോളേജിൽ എത്തിച്ചേരുന്ന രോഗികളിൽ വ്യാജപ്രചരണം നടത്തി അനാവശ്യ ഭീതി പടർത്തി സ്വകാര്യ ആശുപത്രികളിലേക്ക് കൊണ്ടുപോകുവാൻ ഒരു ലോബി തന്നെ പ്രവർത്തിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് K. സുദീപ് പറഞ്ഞു. സമീപകാലത്തായി ചില ആംബുലൻസ് സർവീസ് കമ്മീഷൻ ഏജന്റുമാർ, സ്വകാര്യ ആശുപത്രി ഏജന്റുമാർ, നിക്ഷിപ്ത താൽപര്യക്കാർ എന്നിവർ അടങ്ങുന്ന ഒരു സംഘം ആശുപത്രിക്കെതിരെ ദുർവാർത്തകൾ പ്രചരിപ്പിക്കുന്നതും രോഗികളുടെ കൂട്ടിരിപ്പുകാരെ തെറ്റിദ്ധരിപ്പിച്ച് സ്വകാര്യ ആശുപത്രികളിലേക്ക് വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അറിയിച്ചു. രോഗികൾക്ക് അർഹതപ്പെട്ട എല്ലാ സൗജന്യ ചികിത്സാ ആനുകൂല്യങ്ങളും പൂർണ്ണമായും കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ലഭ്യമാണ്. എല്ലാ ആനുകൂല്യങ്ങളും ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നതിനാൽ സ്വകാര്യ ആശുപത്രികളിൽ പോകുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് രോഗികൾ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനെ ആശ്രയിച്ചു വരുന്നുണ്ട്. ഇക്കാരണങ്ങളാൽ സ്വാഭാവികമായും പലപ്പോഴും ICU വാർഡുകൾ, സ്പെഷ്യൽ റൂമുകൾ എന്നിവയ്ക്ക് ദൗർലഭ്യം നേരിടുന്ന അവസ്ഥയും ഉണ്ടാകാറുണ്ട്. സ്വകാര്യ ആശുപത്രികൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന കമ്മീഷൻ ലോബികൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാൻ അതീവ ജാഗ്രതയോടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ K. സുദീപ് അറിയിച്ചു. ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്ക് ഈ ലോബിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും മെഡിക്കൽ കോളേജിൽ എത്തിച്ചേരുന്നവർക്ക് ഏതു കാര്യങ്ങൾക്കും ബന്ധപ്പെടാൻ OP കൗണ്ടറിന് സമീപത്തായി തന്നെ കൺട്രോൾ റൂം സൗകര്യമുണ്ടെന്നും അത് ഉപയോഗപ്പെടുത്തണമെന്നും മെഡിക്കൽ സൂപ്രണ്ട് കൂട്ടിച്ചേർത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കേരള തീരത്തെ മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ഇന്ന് രാത്രി അവസാനിക്കും. മത്സ്യത്തൊഴിലാളികൾ ബോട്ടുകളും വലയുമായി വീണ്ടും പ്രതീക്ഷയോടെ കടലിലേക്കിറങ്ങും. കഴിഞ്ഞ 52 ദിവസങ്ങളായി നീണ്ടുനിന്ന കേരള തീരത്തെ മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ഇന്ന് രാത്രി അവസാനിക്കുന്നു. ജൂൺ 9-നാണ് ട്രോളിംഗ് നിരോധനം ആരംഭിച്ചത്. മത്സ്യത്തൊഴിലാളികൾ ബോട്ടുകളും വലയുമായി പ്രതീക്ഷയോടെ വീണ്ടും കടലിലേക്ക് ഇറങ്ങും. കേടുപാടുകൾ സംഭവിച്ച വലകളും ബോട്ടുകളിലെ അറ്റകുറ്റപ്പണികളും പൂർത്തീകരിച്ച് കാത്തിരിക്കുകയായിരുന്നു മത്സ്യത്തൊഴിലാളികൾ.
ട്രോളിംഗ് ആരംഭിച്ച ദിവസം ബോട്ടുകളിൽ നിന്ന് അഴിച്ചുമാറ്റിയ വലകൾ, GPS, വാക്കി ടോക്കി, വയർലെസ് സെറ്റ് തുടങ്ങിയ സാമഗ്രികളും ബോട്ടുകളിൽ ഘടിപ്പിച്ചു. വൻ പ്രതീക്ഷയോടെയാണ് ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് മത്സ്യബന്ധനത്തിനായി പോകുന്നത്. കിളിമീൻ, കണവ, കൂന്തൽ, ചെമ്മീൻ തുടങ്ങിയ മത്സ്യങ്ങളാണ് ഈ സമയത്ത് ധാരാളമായി ലഭിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ അവസാനം ഫിഷിംഗ് മോശമായതോടെ പല ബോട്ടുകളും വലിയ നഷ്ടത്തിലായിരുന്നു. ട്രോളിംഗ് നിരോധനം കഴിഞ്ഞതോടെ ഏറെ പ്രതീക്ഷയിലാണ് ബോട്ടുടമകളും തൊഴിലാളികളും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഏത് സമയവും വലിയ ഒരു ദുരന്തം ഭയക്കുകയാണ് പയ്യന്നൂർ കണ്ടങ്കാളി റെയിൽവേ ഗേറ്റ് പരിസരത്തുള്ളവരും ഇവിടെ വാഹനം നിർത്തിയിടുന്നവരും കാൽനട യാത്രക്കാരുമെല്ലാം. തണലേകാനായി റെയിൽവേ ഗേറ്റിന് സമീപം റോഡരികിൽ നട്ടുവളർത്തിയ മരങ്ങൾ വലിയ അപകട ഭീഷണിയാണ് ഇപ്പോൾ സൃഷ്ടിക്കുന്നത്. പയ്യന്നൂർ കണ്ടങ്കാളിയിലെ റെയിൽവേ ഗേറ്റിനു സമീപം റോഡിനിരുവശങ്ങളിലുമായി നിൽക്കുന്ന വലിയ മരങ്ങൾ യാത്രക്കാർക്ക് പേടി സ്വപ്നമാകുന്നു. റെയിൽവേ ഗേറ്റ് അടച്ചിടുന്ന സമയങ്ങളിൽ നിരവധി വാഹനയാത്രികരാണ് ഇവിടെ ദിവസവും പല സമയങ്ങളിലും കാത്തുനിൽക്കുന്നത്. അതുപോലെ സ്കൂൾ വിദ്യാർത്ഥികളും കാൽനട യാത്രക്കാരും നിരവധിയാണ് ഇതുവഴി കടന്നുപോകുന്നത്. ഈ മരങ്ങളുടെ ഉണങ്ങിയ ശിഖരങ്ങൾ പൊട്ടിവീണ പല അപകടങ്ങളും സംഭവിച്ചിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഈ നിൽക്കുന്ന മരങ്ങൾ അടിയന്തരമായിട്ട് മുറിച്ച് മാറ്റേണ്ടതാണ്. കാരണം ഇതുകൊണ്ട് പല പ്രശ്നങ്ങളും പല ബുദ്ധിമുട്ടുകളും കഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ കൊമ്പുകൾ പൊട്ടി വീണിട്ട് പല യാത്രക്കാർക്കും വാഹനങ്ങളിൽ 2 വീലറിൽ പോകുന്നവർക്കും മറ്റു വാഹനങ്ങളുടെ മുകളിലേക്ക് ഇതിൻ്റെ കൊമ്പ് പൊട്ടി വീണ് നാശനഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പിന്നെ ഒന്നാമത് ദുർബല മരമാണ്. ഇത് ഏത് സമയത്തും പൊട്ടി വീഴാവുന്ന തരത്തിലാണ്. ഇതിപ്പോൾ ഈ കെട്ടിടത്തിൻ്റെ മുകളിലേക്കാണ് ഇപ്പോൾ പടർന്ന് പിടിച്ചിരിക്കുന്നത്. ഇത് ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിനെക്കൊണ്ട് കുറച്ച് തണൽ കിട്ടുമെന്നല്ലാതെ മറ്റ് പ്രയോജനമൊന്നുമില്ല. ഇത് ഇപ്പോൾ ഉള്ളത് നാശത്തിൻ്റെ ലെവലിൽ എത്തിയിരിക്കുകയാണ്. ഇത് മറ്റുള്ളവർക്ക് നാശങ്ങളുണ്ടാക്കുക, അതായത് ജനങ്ങൾക്ക് കഷ്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കുന്ന തരത്തിലേക്ക്, പിന്നെ ജീവഭയം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് എത്രയും വേഗം പിന്നെ മുനിസിപ്പാലിറ്റിയോ PWDയോ ആരെങ്കിലും ഇടപെട്ടിട്ട് ഇത് വളരെ അടിയന്തരമായിട്ട് മുറിച്ചു മാറ്റേണ്ടതാണ്. നിർത്തിയിട്ട വാഹനങ്ങൾക്കു മുകളിൽ മരക്കൊമ്പുകൾ പതിച്ച് കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട്. റെയിൽവേ ഗേറ്റിൽ കാത്തുനിൽക്കുന്നവർ ഏറെ ഭീതിയോടെയാണ് ഇവിടെ വാഹനങ്ങൾ നിർത്തിയിടുന്നത്. കാറ്റിലും മഴയിലും മരങ്ങൾ പൊട്ടിവീണുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ നിരന്തരം കേൾക്കുമ്പോൾ ഇവിടെ പതിയിരിക്കുന്ന അപകടം പ്രദേശവാസികളെ ഭീതിയിലാക്കുന്നു. വേഗത്തിൽ പൊട്ടിവീഴുന്ന തരത്തിലുള്ള പൂമരങ്ങളാണ് ഇവിടെയുള്ളത് എന്നതും യാത്രക്കാരുടെ ഭീതി വർദ്ധിപ്പിക്കുന്നു. മരത്തിന്റെ ഒരു ശിഖരം വീണാൽ തന്നെ വലിയ ദുരന്തമാകും ഉണ്ടാവുക. അത്രയും വലിയ മരങ്ങളാണ് ഇവിടെയുള്ളത്. വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്യുമ്പോൾ ഈ മരത്തിന്റെ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടി താഴെ വീഴാറുണ്ട്. നമ്മളൊക്കെ അത്ഭുതമായിട്ട് രക്ഷപ്പെട്ടു പോകുന്നതാണ്. നമ്മൾ ഷോപ്പ് ഇവിടെയാണ്. വളരെ പ്രയാസപ്പെട്ടാണ് ഇവിടെ നമ്മൾ ജീവിക്കുന്ന പോലത്തെ ഒരു അനുഭവം നമുക്ക് തോന്നിയത്. കാരണം അത്രയും ഡേഞ്ചർ, വലിയ മരങ്ങളാണ് വീഴുന്നത്. ഇതിൻ്റെ ഇടയിൽ ഒരു വലിയ മരം വെട്ടി ഞങ്ങളെല്ലാം ഓടി രക്ഷപ്പെടുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഏത് സമയത്തും ഭയങ്കര പ്രോബ്ലമായിട്ടാണ് ഇത് വരുന്നത്. അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഇത് ചെയ്യണമെന്നാണ് നമ്മൾ അപേക്ഷിക്കുന്നത്. ഇത്രയും വലിയ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന ഈ മരങ്ങൾ മുറിച്ചു നീക്കാൻ ആവശ്യമായ നടപടി ബന്ധപ്പെട്ട അധികൃതർ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളും യാത്രക്കാരും ആവശ്യപ്പെടുന്നത്. ഇവിടെ പിന്നെ ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ ഒരുപാട് വാഹനങ്ങൾ എത്തുന്ന സ്ഥലമാണ്. അപ്പോൾ മഴക്കാലത്തും വേനൽക്കാലത്തും പിന്നെ ഉണങ്ങിയ മരച്ചില്ലകൾ നിരന്തരം വീണിട്ട് പലർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വാഹനങ്ങൾ കേട് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് അപകടം സംഭവിച്ചിട്ടുണ്ട്. ലൈൻ പൊട്ടുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ് മരത്തിൻ്റെ. അതുകൊണ്ട് ഇത് നേരത്തെ PWDക്ക് നമുക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരത് മെയിൻ ചെയ്തിട്ടൊന്നുമില്ല. ഇപ്പം നിരന്തരം പ്രശ്നങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അടിയന്തരമായിട്ടൊരു പരിഹാരം കാണും എന്നാണ് നമ്മളെ നാട്ടുകാരുടെ ഒരു അഭ്യർത്ഥന. എപ്പോൾ വേണമെങ്കിലും പൊട്ടി വീഴാവുന്ന ഈ മരങ്ങൾക്കിടയിലൂടെ വൈദ്യുതി ലൈനും കടന്നുപോകുന്നത് ഏറെ ആശങ്ക ഉളവാക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. BJP ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകളെ അന്യായമായി ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ച് LDF മാടായി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പിലാത്തറയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു.
BJP ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകളെ അന്യായമായി ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ച് LDF മാടായി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പിലാത്തറയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. പിലാത്തറ കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിൽ നിരവധി പേർ അണിനിരന്നു. തുടർന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുയോഗം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഇനി പെട്ടെന്നൊന്നും ജാമ്യം കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടുന്ന് അവിടെ കന്യാസ്ത്രീകളെ സംബന്ധിച്ച് അന്വേഷിക്കാൻ പോയ BJPയുടെ ജനറൽ സെക്രട്ടറി വെറും കൈയോടെ മടങ്ങിയത് നമ്മളെല്ലാവരും പത്രത്തിൽ വായിച്ചു. എന്താണ് ഇതിന്റെ പിന്നിലുള്ള കാരണം? ഈ കഴിഞ്ഞ വർഷം നമ്മുടെ മാധ്യമങ്ങളിൽ വാർത്ത വന്നു. ഈ 2025 മാത്രം നമ്മുടെ രാജ്യത്ത് 380-ലേറെ ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് 2014 ശേഷം ഈ പറഞ്ഞ 11 വർഷത്തിനിടയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാജ്യത്ത് കന്യാസ്ത്രീകൾക്കും പുരോഹിതന്മാർക്കും തിരുവസ്ത്രമണിഞ്ഞ് സ്വതന്ത്രമായി അവരുടെ കർമ്മം ചെയ്യാൻ കഴിയുന്ന സംസ്ഥാന നേതാവ് ചോദിച്ചാൽ അത് കേരളമാണ്. M. മോഹൻദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ K. പത്മനാഭൻ, CM വേണുഗോപാലൻ, M. ശ്രീധരൻ, EP ബാലൻ, T. രാജൻ, രേഷ്മ പരാഗൻ, സന്തോഷ് അയ്യോത്ത്, മുകുന്ദൻ PV, ബാബു രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ BJP സർക്കാരിനെതിരെ പയ്യന്നൂരിൽ DYFI പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി യുവജന പ്രതിഷേധം സംഘടിപ്പിച്ചു. പയ്യന്നൂർ സെൻട്രൽ ബസാറിൽ നിന്നും പ്രകടനം ആരംഭിച്ച് പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ BJP സർക്കാരിനെതിരെ പയ്യന്നൂരിൽ DYFI പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി യുവജന പ്രതിഷേധം സംഘടിപ്പിച്ചു. പയ്യന്നൂർ സെൻട്രൽ ബസാറിൽ നിന്നും ആരംഭിച്ച പ്രകടനം പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. DYFI കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് VK നിഷാദ് ഉദ്ഘാടനം ചെയ്തു. C. ഷിജിൽ, K. മനുരാജ്, മുഹമ്മദ് ഹാഷിം എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രഖ്യാപനത്തിൽ മാത്രമായി ഒതുങ്ങി മാത്തലിലെ കൺസ്യൂമർ ഫെഡിന്റെ വിവിധ പദ്ധതികൾ. കൺസ്യൂമർ ഫെഡിന്റെ കീഴിലുള്ള ഈ 6.5 ഏക്കറിൽ പ്രഖ്യാപിക്കാത്ത പദ്ധതികളില്ല. പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി മാത്തലിലെ കൺസ്യൂമർ ഫെഡിന്റെ വിവിധ പദ്ധതികൾ. സ്ഥലമേറ്റെടുത്തിട്ട് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും പദ്ധതികൾ ആവിഷ്കരിക്കുകയല്ലാതെ ഈ പ്രദേശത്ത് ഒന്നും നടപ്പിലാക്കിയിട്ടില്ല. കാങ്കോലാലപ്പടമ്പ് പഞ്ചായത്തിൽ മാത്തലിൽ ആലക്കാട് റോഡിൽ 6.6 ഏക്കർ സ്ഥലമാണ് കൺസ്യൂമർ ഫെഡിന് കീഴിലുള്ളത്. പല കാലങ്ങളിലായി വിവിധ പദ്ധതികൾ ഇവിടം കേന്ദ്രീകരിച്ച് ആവിഷ്കരിക്കാൻ ലക്ഷ്യമിട്ടെങ്കിലും അതൊന്നും നടപ്പായില്ല. 2008 ഫെബ്രുവരിയിൽ അന്നത്തെ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന G. സുധാകരൻ കൺസ്യൂമർ ഫെഡിന്റെ നേതൃത്വത്തിൽ മാത്തലിൽ MBA റീറ്റെയിൽ ട്രേഡിംഗ് കോഴ്സ് ആരംഭിക്കാനുള്ള നടപടികൾ നടന്നുവരുന്നതായി അറിയിച്ചിരുന്നു. ഒരു നിയോജക മണ്ഡലത്തിൽ 1 വീതം സഹകരണ മേഖലയിൽ പ്രൊഫഷണൽ കോളേജുകൾ തുടങ്ങണമെന്ന സർക്കാർ ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഇതെന്നാണ് മന്ത്രി അന്ന് നിയമസഭയിൽ അറിയിച്ചത്. പിന്നീട് 2013 കർഷകരിൽ നിന്ന് കൊപ്ര സംഭരിച്ച് ത്രിവേണി ബ്രാൻഡ് വെളിച്ചെണ്ണ നിർമ്മിക്കാനുള്ള അത്യാധുനിക പ്ലാന്റ്, ഓഫീസ് സമുച്ചയം, കർഷകരുടെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കാൻ ശീതീകരിച്ച ഗോഡൌൺ, ജൈവ കശുമാവ് കൃഷിക്കുള്ള പദ്ധതി, ഔഷധ സസ്യത്തോട്ടം എന്നിവ ഇവിടം കേന്ദ്രീകരിച്ച് നടപ്പാക്കുമെന്ന പ്രഖ്യാപനവും ശിലാസ്ഥാപനവും നടത്തിയിരുന്നു. കൺസ്യൂമർ ഫെഡിൻ്റെ 6 ഏക്കർ സ്ഥലമാണ്. മനോഹരമായ സ്ഥലം കാട് പിടിച്ച് കിടക്കുന്നത്. ഇവിടെ ഉൽപ്പാദന കേന്ദ്രങ്ങൾ ഉണ്ടാക്കുക, സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാക്കി മാറ്റാൻ പറ്റും, ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാക്കാൻ പറ്റും. ഈ സ്ഥലം ഇങ്ങനെ വെറുതെ കിടക്കുന്നത് സർക്കാരിന് വലിയ നഷ്ടമാണ്. ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും. ഇവിടെ എന്തെങ്കിലും പദ്ധതി സർക്കാർ കൊണ്ടുവന്നാൽ സർക്കാർ പദ്ധതി കൊണ്ടുവരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. 1 വർഷം കൊണ്ട് പദ്ധതി നടപ്പിലാക്കുമെന്നായിരുന്നു അന്നത്തെ പ്രഖ്യാപനം. പിന്നീട് നുറുക്ക് ഗോതമ്പ് നിർമ്മാണ ഫാക്ടറി വരുമെന്നായി അടുത്ത പ്രഖ്യാപനം. സംസ്ഥാന കൃഷി വകുപ്പ് മുഖേന കേന്ദ്ര കൃഷി മന്ത്രാലയം നടപ്പിലാക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് സ്കീം ഫണ്ട് ഉപയോഗിച്ചാണ് ബ്രോക്കൺ വീറ്റ് ഫാക്ടറി ആരംഭിക്കുക എന്ന വിശദീകരണവും എത്തി. എന്തായാലും എല്ലാം ജലരേഖയായി മാറി. കൺസ്യൂമർ ഫെഡിന്റെ ബോർഡും അക്ഷരങ്ങളുമെല്ലാം മങ്ങിപ്പോയിരിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ BMS സ്ഥാപിച്ച പതാക സാമൂഹ്യദ്രോഹികൾ നശിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് BMS പയ്യന്നൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി.
പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ BMS സ്ഥാപിച്ച പതാക നശിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് BMS പയ്യന്നൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശൈലേഷ്, മേഖലാ പ്രസിഡന്റ് മുരളി കെ, മേഖലാ സെക്രട്ടറി സിജിത്ത് എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. അടിയന്തരാവസ്ഥാ കാലത്തെ പോലീസ് വേട്ടയാടലിന്റെ ഭീകരത ഓർത്തെടുത്ത് പയ്യന്നൂർ കോളേജിലെ പഴയകാല വിദ്യാർത്ഥികൾ പയ്യന്നൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പയ്യന്നൂർ കോളേജിൽ നടന്ന വിദ്യാർത്ഥി സമരത്തെക്കുറിച്ച് ഇവർ വിവരിച്ചത്. SFI പ്രവർത്തകരായ 16 പേരാണ് പയ്യന്നൂർ കോളേജിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരെ സമരം നടത്തിയത്. ഇവിടെ SFI പ്രവർത്തകർ തുടർച്ചയായി പഠിപ്പുമുടക്ക് നടത്തി. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ അടുത്ത ദിവസം കോളേജിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധ പ്രകടനം നടത്തി. അറസ്റ്റിലായ പ്രവർത്തകരെ രാത്രി വരെ പോലീസ് സ്റ്റേഷനിൽ നിർത്തി വിട്ടയച്ചു. തുടർ ദിവസങ്ങളിലും ഇതേ നടപടി ആവർത്തിച്ചു. പിന്നീട് പയ്യന്നൂർ കോളേജിൽ ധർണ ഉപരോധത്തിന്റെ രൂപം കൊണ്ടു. സമരക്കാർക്ക് നേരെ പോലീസ് ലാത്തി വീശി. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരെ വാഹനത്തിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ വനിതാ പ്രവർത്തകരായ CP ലക്ഷ്മിക്കുട്ടി, ആലീസ് കുര്യൻ, യശോദ എന്നിവർ വാഹനത്തിന് മുന്നിൽ കിടന്ന് പ്രതിരോധിച്ചു. വളരെയേറെ പീഡിപ്പിക്കപ്പെട്ട പയ്യന്നൂർ കോളേജിലെ വിദ്യാർത്ഥി പോരാളികളെക്കുറിച്ച് വേണ്ട പോലെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലെന്ന കാലിക്കറ്റ് സർവകലാശാല ഫോക്ലോർ വിഭാഗം മേധാവി ഡോക്ടർ EK ഗോവിന്ദവർമ്മരാജ പറഞ്ഞു. ഗോവിന്ദവർമ്മരാജയെ കൂടാതെ P നാരായണൻ, KP കൃഷ്ണൻ, സുരേന്ദ്രൻ അടുത്തില തുടങ്ങിയവരായിരുന്നു അറസ്റ്റിലായ മറ്റുള്ളവർ. 1 മാസത്തിലേറെ നീണ്ട തടവിനു ശേഷമാണ് പയ്യന്നൂരിലെ വിദ്യാർത്ഥികൾ മോചിതരായത്. C കുഞ്ഞിരാമൻ, KV പ്രേമചന്ദ്രൻ, P നാരായണൻ, KV രാമചന്ദ്രൻ, PV കൃഷ്ണൻ, P രാജൻ, KV കുഞ്ഞപ്പൻ, KV പത്മനാഭൻ, K മുരളി, C ദാമോദരൻ തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. മാത്തിൽ EK നായനാർ പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികം സമരസാക്ഷ്യം സംഘടിപ്പിച്ചു. മാത്തിൽ CK സ്മാരക ഹാളിൽ നടന്ന പരിപാടി കോഴിക്കോട് കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. മാത്തിൽ EK നായനാർ പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികം സമരസാക്ഷ്യം സംഘടിപ്പിച്ചു. മാത്തിൽ CK സ്മാരക ഹാളിൽ നടന്ന പരിപാടി കോഴിക്കോട് കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്ത് അടിയന്തരാവസ്ഥ സമരസഖാക്കളെ ആദരിച്ചു. ഏറ്റവും ശക്തമായ പഠനങ്ങളിലൊന്ന് ബ്രിട്ടീഷ് സാമൂഹ്യ ശാസ്ത്രജ്ഞനായിരുന്ന ഡേവിഡ് സർബോണിന്റെ പുസ്തകമാണ്. ഡേവിഡ് സർബോൺ 1977 തന്നെ ഇന്ത്യൻ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പഠന പുസ്തകം ഇറക്കി. A Night to India എന്നാണ് പുസ്തകത്തിന്റെ പേര്. A Night to India. ആമസോണിൽ നിങ്ങൾ അടിച്ചാൽ കിട്ടും. A Night to India. ഡോക്ടർ ഡേവിഡ് സർബോൺ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, നാടൻ വാങ്ങി നാട് നന്നാക്കാനും വിദേശ കുത്തകൾക്കെതിരായ വീൺവാക്കുകൾക്കിടയിലും ഇന്ത്യയിൽ സംഭവിച്ചത് കടുത്ത സ്വകാര്യവൽക്കരണവും വിദേശ മൂലധനത്തിന് കീഴടങ്ങുന്ന നയരൂപീകരണവുമായിരുന്നു എന്ന് ഡേവിഡ് സർബോൺ ഇന്ദിരാഗാന്ധിയുടെ 21 മാസക്കാലത്തെ അടിയന്തരാവസ്ഥാ നാളുകളിലെ ഓരോ നടപടിക്രമത്തെയും വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. VV ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. IC ശ്രീകുമാർ, M രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. മോട്ടോർ തൊഴിലാളി യൂണിയൻ നേതാവ് PV കൃഷ്ണന്റെ 8ാം ചരമവാർഷിക ദിനം പയ്യന്നൂരിൽ ആചരിച്ചു. പയ്യന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പുഷ്പാർച്ചനയും പതാക ഉയർത്തലും നടന്നു. CITU ജില്ലാ പ്രസിഡന്റ് C കൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. മോട്ടോർ തൊഴിലാളി യൂണിയൻ നേതാവ് PV കൃഷ്ണന്റെ 8ാം ചരമവാർഷിക ദിനം പയ്യന്നൂരിൽ ആചരിച്ചു. പയ്യന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പുഷ്പാർച്ചനയും പതാക ഉയർത്തലും നടന്നു. CITU ജില്ലാ പ്രസിഡന്റ് C കൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൊഴിലാളികളെ ആകെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്നതിന് വേണ്ടിയാണ് CITU ജില്ലാ കമ്മിറ്റിയും ഓട്ടോ ട്രാൻസ്പോർട്ട് രംഗത്തുള്ള യൂണിയനുകളുമെല്ലാം ചേർന്നുകൊണ്ട് തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കെല്ലാം അറിയുന്നത് പോലെ നമ്മുടെ സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ മോട്ടോർ തൊഴിലാളികളെ സംഘടിപ്പിച്ച് അണിനിരത്തുന്നതിനും അവരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനുമെല്ലാം
സഖാവ് PV നിസ്തുലമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. CITU ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ പതാക ഉയർത്തി. U നാരായണൻ, വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി വൈസ് പ്രസിഡന്റ് K പത്മിനി ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ പാമ്പുകളും പ്രഥമ ശുശ്രൂഷയും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ സെമിനാർ നടത്തി. പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K പത്മിനി ഉദ്ഘാടനം ചെയ്തു. പഴയകാലത്തെല്ലാം പാമ്പ് കടിച്ചാൽ ഇന്നത്തെ രീതിയിലുള്ള ചികിത്സയൊന്നും അന്ന് വലിയ രീതിയിൽ കിട്ടിയില്ല. പക്ഷെ ഇന്ന് പരമാവധി പാമ്പ് കടിച്ചാൽ ആൾക്കാരുടെ ജീവൻ രക്ഷിക്കുന്ന രീതിയിലേക്ക് അതിന് വേണ്ടുന്ന ചികിത്സയെല്ലാം നമുക്ക് ലഭ്യമാവുന്നുണ്ട്. എങ്കിലും പാമ്പിനെ കണ്ടാൽ നമുക്കെല്ലാവർക്കും പേടിയാണ്. പക്ഷെ അത്തരം പാമ്പുകളെ ബഹുമാനപ്പെട്ട വൈദ്യൻ സാർ കയ്യോടെ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ ചില സമയം TV-യിലെല്ലാം കണ്ടിട്ടുണ്ടാവും. അടുത്തറിയാം പാമ്പുകളെ എന്ന വിഷയത്തിൽ പവിത്രൻ അന്നൂക്കാരൻ ക്ലാസ് എടുത്തു. വിഷമുള്ളതും വിഷരഹിതവുമായ വിവിധ ഇനം പാമ്പുകളെക്കുറിച്ച് വിശദീകരിച്ചു. പാമ്പ് കടിയേറ്റാലുള്ള പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ CP ദിജനപ്രിയ വിശദീകരിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ TM സതീശൻ മാസ്റ്റർ, പഞ്ചായത്ത് സെക്രട്ടറി DL പ്രമോദ് എന്നിവർ സംസാരിച്ചു. പേവിഷബാധ പ്രതിരോധവുമായി ബന്ധപ്പെട്ട പ്രാഥമിക പ്രവർത്തനങ്ങളെക്കുറിച്ച് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ KT ജയപ്രകാശും എലിപ്പനി പ്രതിരോധത്തെക്കുറിച്ച് ഹെൽത്ത് ഇൻസ്പെക്ടർ K ഷാജുവും ക്ലാസ് എടുത്തു. ജനപ്രതിനിധികൾ, ആരോഗ്യ ആശാപ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, CDS അംഗങ്ങൾ തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കാനായി നോർത്ത് UP സ്കൂളിൽ പയ്യന്നൂർ അഗ്നിരക്ഷാ നിലയത്തിന്റെ സുരക്ഷാ പദ്ധതി ആരംഭിച്ചു. സുരക്ഷിതമായ വിദ്യാലയം, സുഗമമായ പഠനം എന്ന ലക്ഷ്യം നിറവേറ്റുന്നതിനാണ് പരിപാടി സംഘടിപ്പിച്ചത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 15 നിലയങ്ങളിലായാണ് പരിപാടി നടത്തുന്നത്. പ്രാഥമിക അഗ്നിശമനം, മുങ്ങിമരണം, തീപ്പൊള്ളൽ, പ്രഥമ ശുശ്രൂഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ബോധവൽക്കരണ പരിപാടിയിലൂടെ അവതരിപ്പിച്ചു. പ്രഥമാധ്യാപിക PV ജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. MV ദീപ സംസാരിച്ചു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ M മുരളി ക്ലാസ് കൈകാര്യം ചെയ്തു. മോക്ക് ഡ്രിൽ, വിവിധ രക്ഷാപ്രവർത്തന രീതികളുടെ അവതരണം എന്നിവയും നടന്നു. വ്യത്യസ്ത അപകടങ്ങളിൽ പെടുന്നവരെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്നതിന്റെ പരിശീലനങ്ങളും ഉണ്ടായി. പരിശീലന പരിപാടിക്ക് PP ലിജു, ജുബിൻ A ജോണി എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി പ്രവർത്തനോദ്ഘാടനം പയ്യന്നൂർ പെരുമ്പ GM UP സ്കൂളിൽ നടന്നു. കവി ദിവാകരൻ വിഷ്ണുമംഗലം ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി പ്രവർത്തനോദ്ഘാടനം പെരുമ്പ GM UP സ്കൂളിൽ നടന്നു. കവി ദിവാകരൻ വിഷ്ണുമംഗലം ഉദ്ഘാടനം ചെയ്തു. വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് പാഠപുസ്തകങ്ങൾ വായിക്കുക. നമുക്കതുണ്ട്, നമ്മുടെ മുന്നിൽ തന്നെ പഠിക്കാനുള്ള പുസ്തകങ്ങളുണ്ട്. അത് നമുക്ക് വിദ്യ തരും. അതൊരു വിദ്യയാണ്, ഒരു കണക്കാണ് എന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് 1 1 കൂട്ടിയാൽ എത്ര എന്ന് ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് 2 എന്നത്. അത് വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ്. ഞാനൊക്കെ അങ്ങനെയാണ് പഠിച്ചത്. പാഠപുസ്തകം പഠിച്ചിട്ടാണ് ഒരു റാങ്കൊക്കെ കിട്ടി. MSc വരെ പഠിച്ചു. അത് കഴിഞ്ഞൊരു ജിയോളജിസ്റ്റായി ജോലി കിട്ടി. അപ്പൊ ഒരു ഉന്നതമായ ഒരു നിലയിലേക്ക് നാം ഉയർന്നു വരാൻ വളരെ അത്യാവശ്യമായ ഒന്നാണ് പാഠപുസ്തകങ്ങളുടെ വായന. വാർഡ് കൗൺസിലർ ഇക്ബാൽ പോപ്പുലർ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ AEO TV സുചിത്ര ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഹെഡ്മാസ്റ്റർ CM വിനയചന്ദ്രൻ, VT രഞ്ജിത്ത്, റുഖ്യ CA, സജിത കലേഷ്, നാരായണൻ പുതുമന തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സർഗസംവാദം കവി ദിവാകരൻ വിഷ്ണുമംഗലവുമായി കുട്ടികൾ സംവദിച്ചു. പൂരക്കളി, മറുത്തുകളിയിലെ കലാസാഹിത്യം എന്ന വിഷയത്തിൽ ജയപ്രകാശ് അന്നൂർ സംസാരിച്ചു. തുടർന്ന് പൂരക്കളി അവതരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാനായി ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ AV സന്തോഷ് കുമാർ ക്ലാസ് കൈകാര്യം ചെയ്തു.
കാനായി ഈസ്റ്റ് റെസിഡൻഷ്യൽ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പയ്യന്നൂർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ AV സന്തോഷ് കുമാർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. CR പ്രജീഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രാജേഷ് AV സ്വാഗതം പറഞ്ഞു. നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. നമ്മളും നല്ല അളവിൽ വെള്ളം കുടിക്കുന്ന ആൾക്കാരായിട്ട് മാറണം. വെള്ളം കുടിക്കാതെ എന്തുകൊണ്ടാണ് മഴ കനത്തതോടെ റബ്ബറിന് കുമിൾ രോഗം വർദ്ധിച്ചു. കർഷകർ കടുത്ത ആശങ്കയിൽ. ഏറെ വർഷങ്ങൾക്കു ശേഷം എത്തിയ കൂടിയ വില ഇനി കർഷകർക്ക് ലഭിക്കുമോ എന്ന ആശങ്കയുമുണ്ട്. റബ്ബർ മരങ്ങളുടെ ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് കർഷകരെ ആശങ്കയിലാക്കുന്നു. വില കുത്തനെ ഉയരുമ്പോഴും ഉൽപാദനക്കുറവ് കർഷകർക്ക് തിരിച്ചടിയാവുകയാണ്. ഒരു മാസം മുൻപ് കണ്ടു തുടങ്ങിയ രോഗം ഇപ്പോൾ വ്യാപകമായി പടർന്നു കഴിഞ്ഞു. സാധാരണഗതിയിൽ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഇലകൾ കൊഴിയുന്നത്. മാർച്ച് മാസത്തോടെ പുതിയ ഇലകളും കായ്കളും വരാൻ തുടങ്ങും. മഴയുടെ അളവ് കൂടിയപ്പോൾ ടാപ്പിംഗ് തുടങ്ങാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെയാണ് റബ്ബർ മരങ്ങളുടെ ഇലകൾ വ്യാപകമായി കൊഴിഞ്ഞു വീഴുന്നത്. പലയിടങ്ങളിൽ ഇലകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ട നിലയിലാണ്. ഇത്തരം രോഗത്തെ ആനുകാലിക ഇലകൊഴിച്ചിൽ എന്നാണ് അറിയപ്പെടുന്നത്. മഴ ശക്തമാകുമ്പോൾ വളർന്നുവരുന്ന ഫൈറ്റോഫോറ എന്ന ഫംഗസാണ് രോഗത്തിന് കാരണം. മലബാർ മേഖലകളിലാണ് ഇത്തവണ അസുഖം കൂടുതലായി കണ്ടുവരുന്നത്. ഇലകൾ നഷ്ടപ്പെട്ടതോടെ ഉൽപാദനം കുറയുന്നതിനാൽ പലരും ടാപ്പിംഗ് ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഇതോടെ ഒട്ടേറെ റബ്ബർ കർഷകരുടെ ഉപജീവനം വഴിമുട്ടി. ഇനി അടുത്ത വർഷം മാത്രമേ ടാപ്പിംഗ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇലയുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് റബ്ബർ ഉൽപാദനം ഉണ്ടാവുള്ളൂ, റബ്ബർ പാൽ കിട്ടുള്ളൂ, കറ കിട്ടുള്ളൂ. അതുകൊണ്ട് സാധാരണ എല്ലാ കാലത്തും ഈ രോഗം ഉണ്ടാകുന്നുണ്ട്. ഇക്കൊല്ലം മഴ ഏറ്റവും കൂടുതലില്ലത് കൊണ്ട് നമ്മളാണ് ഏറ്റവും കൂടുതൽ ഇല കൊഴിഞ്ഞത്. ഇതിന് പ്രതിവിധി പറഞ്ഞാൽ ഇനി മരുന്നടിക്കാണ്, ബോഡോമിത്ര അടിക്കലാണ്. ബോഡോമിത്ര അടിക്കൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും വില കൂടിയ ബോഡോമിത്ര സാധനം ഇതിനടിക്കുന്നുണ്ട്. ഒരു 100 മരത്തിന് നമ്മൾ മരുന്നടിക്കുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 4500-5000 രൂപയെങ്കിലും നമ്മൾക്ക് ഇനി ചെലവ് വരുന്നുണ്ട്. ആ വിഷമം കൊണ്ട് കൃഷിക്കാർക്ക് മരുന്ന് കളിക്കാനും പറ്റുന്നില്ല. റബ്ബറിന് വിപണിയിൽ നല്ല വിലയുണ്ടെങ്കിലും റബ്ബർ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണെന്ന് കർഷകർ പറയുന്നു. കമുകിനെയും കുരുമുളകിനെയും ബാധിച്ച ദ്രുതവാട്ടത്തിന്റെ വകഭേദമായ കുമിൾ രോഗമാണ് ഇവിടെയും വില്ലനെന്ന് കർഷകർ അഭിപ്രായപ്പെടുന്നു. കാലവർഷത്തിന് മുൻപ് പ്രതിരോധ മരുന്ന് തളിച്ചാൽ രോഗം വരില്ല. പക്ഷേ എങ്ങനെ തളിക്കും എന്നതൊക്കെ വിഷയമാണ്. റബ്ബറിന് ഇത് 2ാം തവണയാണ് ഇത്തരത്തിൽ രോഗം വരുന്നത്. അതുകൊണ്ട് തന്നെ ആരും മുൻകരുതൽ എടുത്തിരുന്നില്ല. വർഷങ്ങളായി വിലയില്ലാതെ കിടന്നിരുന്ന റബ്ബർ ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ഘട്ടത്തിലാണ് ഈ രോഗം കർഷകർക്ക് തിരിച്ചടിയാവുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വയോജന സംഗമം ചെറുവച്ചേരി വയോജന വിശ്രമ കേന്ദ്രത്തിൽ നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജന സംഗമം സംഘടിപ്പിച്ചു. ചെറുവച്ചേരി വയോജന വിശ്രമ കേന്ദ്രത്തിൽ നടന്ന പരിപാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. 60 വയസ്സ് അല്ലെങ്കിൽ അതിനുശേഷം വരുന്ന അമ്മമാരായാലും അതുപോലെ തന്നെ വീട്ടിലുള്ള മുതിർന്ന ആളുകൾക്ക് യഥേഷ്ടം പുറത്തിറങ്ങി, അതിൽ ചിലപ്പോൾ പരസഹായമില്ലാതെ പുറത്തിറങ്ങി നടന്ന് അവരുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ്. ഇപ്പം 60 വയസ്സ് കൊണ്ട് വലിയ വയസ്സൊന്നുമല്ല കേട്ടോ. അപ്പോൾ എന്നാൽ പോലും അത് കഴിഞ്ഞ് അങ്ങോട്ടുള്ള കാലത്ത് നമുക്ക് ഒരു ആശ്രയം ഇല്ലാതെ ജീവിക്കാൻ സാധിക്കാത്ത ഒരു പരിസ്ഥിതിയാണ് പൊതുവിലുള്ളത്. പറയാം, വയോജനങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നമ്മൾ വിചാരിക്കുന്നത് കുറച്ചുകൂടി വയസ്സായിട്ടുള്ള ആളുകളെയാണ്. 60 വയസ്സ് കഴിഞ്ഞാൽ ഈ വയോജനത്തിൻ്റെ പട്ടികയിൽ വരും. എന്നാൽ കുറെ കൂടി വയസ്സായിട്ടുള്ള ആളുകളെയാണ് നമ്മൾ ഈ വയോജനം എന്നുള്ള ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് T. സുലജ മുഖ്യാതിഥിയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV. സുധാകരൻ അധ്യക്ഷത വഹിച്ചു. BA. കോമളവല്ലി, PV. ഷൈന, PK. ഭാസ്കരൻ, ICDS സൂപ്പർവൈസർ BK. സൗമ്യ, PK. കൃഷ്ണൻ, CV. ഇന്ദിര തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വയോജനങ്ങളുടെ അനുഭവം പങ്കിടലും കലാപരിപാടികളും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം കണ്ടോത്ത് വിശ്വശാന്തി ഭവനിൽ രക്ഷാബന്ധൻ മഹോത്സവം നടന്നു. 140-ലധികം രാജ്യങ്ങളിൽ രക്ഷാബന്ധൻ ആചരിച്ചു വരുന്നുണ്ട്. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം കണ്ടോത്ത് വിശ്വശാന്തി ഭവനിൽ 1 മാസം നീണ്ടു നിൽക്കുന്ന രക്ഷാബന്ധൻ മഹോത്സവത്തിന് തുടക്കമായി. കർണാടകയിലെ ഹുബ്ലി സോണിന്റെ ഇൻചാർജായ രാജയോഗിനി ബ്രഹ്മകുമാരി നിർമ്മലയുടെ സാന്നിധ്യത്തിൽ രക്ഷാബന്ധൻ മഹോത്സവം നടന്നു. രാജയോഗിനി ബ്രഹ്മകുമാരി ശാന്ത, രാജയോഗിനി ബ്രഹ്മകുമാരി അനസൂയ, രാജയോഗിനി ബ്രഹ്മകുമാരി സ്നേഹ എന്നിവർ നേതൃത്വം നൽകി. ലോകത്തെമ്പാടും 140-ലധികം രാജ്യങ്ങളിലായി വിശ്വസാഹോദര്യത്തിന്റെ പ്രതീകമായി ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം രക്ഷാബന്ധൻ ഓഗസ്റ്റ് മാസത്തിൽ ആചരിച്ചു വരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്,
പയ്യന്നൂർ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതിയങ്ങാടി ചൂട്ടാട്ട് അഴിമുഖത്ത് ഫൈബർ വള്ളം അപകടത്തിൽപ്പെട്ട് മത്സ്യത്തൊഴിലാളിക്ക് ദാരുണാന്ത്യം. അസം സ്വദേശി അലിയാണ് മരണപ്പെട്ടത്. മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും പുതിയങ്ങാടി ഫിഷറീസ് ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. പയ്യന്നൂർ തായ്നേരിയിലെ തമിഴ്നാട് സ്വദേശികളായ എസ് ജ്യോതിയും പേരക്കുട്ടികളും നയിക്കുന്നത് ആരുടെയും കണ്ണു നനയിക്കുന്ന ദുരിത ജീവിതം. ആക്രിപ്പെറുക്കി ജീവിക്കുന്ന ഈ കുടുംബം താമസിക്കുന്ന ഒറ്റമുറി വാടക വീടിന്റെ മേൽക്കൂര ശക്തമായ കാറ്റിലും മഴയിലും പറന്നുപോയതോടെ 4 പേരമക്കളെയും കൊണ്ട് പോകാനിടമില്ലാതെ അടച്ചുറപ്പുള്ള വീടിനായി സുമനസ്സുകളുടെ കരുണ തേടുകയാണ് കുടുംബം. തൃക്കരിപ്പൂർ നടക്കാവ് മൈത്താണിയിൽ ഉപയോഗശൂന്യമായ സെപ്റ്റിക് ടാങ്കിൽ ഗർഭിണിയായ പശു കാൽ തെറ്റി വീണു. തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും ചേർന്ന് 2.5 മണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ പശുവിനെ പുറത്തെത്തിച്ചു. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനെ തകർക്കാൻ വ്യാജ പ്രചരണവുമായി ലോബികൾ രംഗത്ത്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയെക്കുറിച്ചുള്ള അടിസ്ഥാനരഹിത വാർത്തകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ്. കേരള തീരത്തെ മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ഇന്ന് രാത്രി അവസാനിക്കും. മത്സ്യത്തൊഴിലാളികൾ ബോട്ടുകളും വലകളുമായി പ്രതീക്ഷയോടെ വീണ്ടും കടലിലേക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.